വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫുൾ വർക്ക് ഫ്രം ഹോം ഡേ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ എണീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് എക്സസൈസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജിമ്മൊന്നും ഓപ്പൺ അല്ല, ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ജിമ്മ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന 2-3 എക്യുപ്മെൻറ്റ്സ് ആണ് സൈക്ലിംഗ്, റോയിങ് ആൻഡ് യോഗ. ഓഫ് കോഴ്സ് യോഗ എനിക്ക് ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആ ഒരു സെൽഫ് കോൺസെൻട്രേഷനും വർക്കിലുള്ള കോൺസെൻട്രേഷനും എല്ലാം എനിക്ക് കിട്ടുന്നത് ഈ യോഗയിലൂടെയാണ്. സോ മാക്സിമം ഒരു 15 minutes to 30 minutes ഐ വിൽ ഡു യോഗ എവറി ഡേ. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ എണീക്കാൻ ചിലപ്പോൾ ലേറ്റ് ആവും. ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീറ്റാൻ ചിലപ്പോൾ ഒക്കെ ലേറ്റ് ആവും. അങ്ങനെ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ മേ ബി ഐ വിൽ ഡു ഇറ്റ് ഇൻ ദ ഈവനിങ്. എൻ്റെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസങ്ങളിലും ഓട്സ് തന്നെയാണ്. എൻ്റെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനും എൻ്റെ ഒരു ഡൈജഷനൊക്കെ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഓട്സ് ആണ്. അപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഓട്സ് തന്നെയാണ്. ചിലർക്കൊക്കെ ഓട്സ് ഒട്ടും ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. പക്ഷെ ഞാൻ മിക്ക ദിവസങ്ങളിലും ഓട്സ് തന്നെയായിരിക്കും എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാനതൊരു കുറച്ച് എടുക്കത്തുള്ളൂ, ഒരുപാട് എടുക്കത്തില്ല. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓട്സിൻ്റെ ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓട്സിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാറുണ്ട് കഴിക്കാനായിട്ട്. അപ്പം എനിക്കത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും. ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഞാൻ ഗ്രേപ്സോ അല്ലെങ്കിൽ ബ്ലാക്ക് കറൻറ്റ് അല്ലെങ്കിൽ ക്രാൻബെറി, പിന്നെ ഡേറ്റ്സ് ആണെങ്കിലും വളരെ നല്ലതാണ്. ഡേറ്റ്സ് നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് ഒട്ടും ഇപ്പോൾ ഓട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ആ ഡേറ്റ്സ് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ സീഡ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ലിൻ സീഡ്സ് ഒക്കെയാണ്. മൺഡേ മോർണിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ദിവസമാണ് മൺഡേ മോർണിംഗ്. കാരണം വീക്കെൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ പെൻഡിങ് വർക്കുകളും അല്ലെങ്കിൽ കുറെ ഇമെയിൽസ് ചെക്ക് ചെയ്യാനുണ്ടാവും, റിപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ് മൺഡേ. ഞാനോർത്ത് നിങ്ങളെയും കൂടി ഇതിന്റെ കൂടെ കൂട്ടാം. കാരണം കഴിഞ്ഞ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വർക്കിംഗ് ഡേ ചെയ്തപ്പം വർക്കിന്റെ കാര്യങ്ങളൊന്നും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം അന്നൊരു ഓഫീസ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കാണിക്കാനായിട്ട് പറ്റിയില്ല. വീഡിയോസ് ഓഫീസിന്റെ അകത്തേക്കൊന്നും അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസിന്റെ അകത്തുള്ള മീറ്റിംഗിന്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. നമ്മുടെ ഓഫീസിന്റെ സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീക്ക്ലി വൺസോ ട്വൈസോ ഓഫീസിൽ പോകണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻസ് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എടുത്ത ഓപ്ഷൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. എന്റെ കൊളീഗ്സ് കൂടുതലും ബ്രിട്ടീഷുകാരാണ്. അപ്പം അവർക്ക് കൂടുതലും വീട്ടിലിരിക്കുന്നതിനേക്കാൾ ഓഫീസിൽ വരുന്നതാണ് കുറച്ചും കൂടി അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ പലർക്കും. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം പ്രിഫർ ചെയ്തത് ഓഫീസാണ്. ഇപ്പോഴത്തെ ഒരു വർക്ക് പാറ്റേൺ, ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തു, കോവിഡ് കേസുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ലോക്ക്ഡൌണിൽ നമ്മൾ ചെയ്തിരുന്ന വർക്കുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. കൗൺസിൽ തന്നെ ഒരു കീപ്പ് ഇൻ ടച്ച് കോൾ സിസ്റ്റം അറേഞ്ച് ചെയ്യുകയും നമ്മൾ ഈ കോവിഡ് വന്ന അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ വീക്ക്ലി അവർക്ക് ഒരു ചാറ്റ് ആവശ്യമാണ്, അപ്പം സംസാരിക്കാനൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മളത് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ റെഫറൽ വേണ്ടത് ആ റെഫറൽ റെഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം ഈ സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നപ്പോഴും ആ വർക്ക് തന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസിനെ കൗൺസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടും നമ്മൾ അങ്ങനെയുള്ളവർ, ഇപ്പൊ വൾണറബിൾ ആയിട്ടുള്ളവർ, ഇപ്പൊ സേഫ് ഗാർഡിങ് ഇഷ്യൂസ്, കൂടുതലും ഡൊമസ്റ്റിക് വയലൻസ്, ഇപ്പം ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് കൂടുതലും ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പൊ അങ്ങനെയുള്ള സേഫ് ഗാർഡിങ് ഇഷ്യൂസ് ഡീൽ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ളത്. വോളണ്ടിയേഴ്സ് ആയിരിക്കും ഇവർക്ക് കോവിഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വൾണറബിൾ സിറ്റുവേഷൻ വീട്ടിലോ തനിച്ചായിട്ടുള്ളവർ. അപ്പൊ അങ്ങനെയുള്ളവർ ഫേസ് ചെയ്യുന്നവരെ വോളണ്ടിയേഴ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും വോളണ്ടിയേഴ്സ് ഇവരെ കോണ്ടാക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഏജൻസി വഴി വോളണ്ടിയേഴ്സ് കോണ്ടാക്ട് ചെയ്യുകയും പിന്നീട് എന്താ പറയുക, സോഷ്യൽ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള
കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകൾ ലൈക്ക് സേഫ് ഗാർഡിങ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനത്തെ കേസുകൾ വരുമ്പോഴത്തേക്കും അത് റീബാക്ക് ടു സോഷ്യൽ വർക്കേഴ്സ്. വി നീഡ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് കേസ് ആൻഡ് വാട്ട് എവർ ഏതൊക്കെ പ്രൊഫഷണൽസിനെ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെല്ലാം റെഫറൽസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ പോലീസിനെ ഇൻക്ലൂഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിരിക്കും. അങ്ങനത്തെ എങ്ങനെയാ റിസോൾവ് ചെയ്യേണ്ട സേഫ് ഗാർഡിങ് ഇഷ്യൂ എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ കോവിഡ് സമയത്ത് നമുക്ക് ഉള്ളത്. അപ്പൊ ഞാൻ കൂടുതലും സീനിയർ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് സേഫ് ഗാർഡിങ് ഇഷ്യൂസ് ആയിരിക്കും എനിക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സ്റ്റേണൽ ഏജൻസിയാണ് അത് കോൾസ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വോളണ്ടിയേഴ്സിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ റീഅലോക്കേറ്റ് ചെയ്യും സോഷ്യൽ വർക്കേഴ്സിന്. അപ്പം അത് നമുക്ക് അലോക്കേഷൻ വരുമ്പം വി ഹാവ് ടു റിസോൾവ് ദാറ്റ് ഇഷ്യൂ. ഞങ്ങൾക്ക് ടീമിലും ഇത്ര കേസുകൾ ഓരോരുത്തർക്കുമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ ഡീൽ ചെയ്യണം. എസ്പെഷ്യലി വീക്കെൻഡ് കഴിഞ്ഞിട്ട് മൺഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരുപാട് ഇമെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ അത് മൺഡേ ഫുൾ കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും. മൺഡേ വേറെ ഒരു കാര്യത്തിലും പിള്ളേരെ രാവിലെ സ്കൂളിലേക്ക് അങ്ങ് വിട്ട് കഴിഞ്ഞ് നേരെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, മൊബൈൽ ഓൺ ആക്കുക, പിന്നെ അതിന് മാത്രമുള്ള സമയം ഉണ്ടാവുള്ളൂ. വേറെ ഒരു കാര്യത്തിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് മൺഡേ ഉണ്ടാവില്ല. പിന്നെ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് ലോഡ് കുറേശ്ശെ കുറഞ്ഞു വരും. പക്ഷെ മൺഡേ ട്യൂസ്ഡേ ഒക്കെ നല്ലൊരു ബിസി ആയിട്ടുള്ള ദിവസമാണ്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നിപ്പം സെയിം തന്നെ എനിക്ക് ആദ്യം ഇമെയിൽസ് ചെക്ക് ചെയ്യുക, പിന്നെ ഈ കോൾസ് എന്തെങ്കിലും അലോക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അലോക്കേഷൻസ് ഉണ്ടെങ്കിൽ ഐ നീഡ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്, റിസോൾവ് ദി ഇഷ്യൂ. പിന്നെ അതുകൂടാണ്ട് തന്നെ നമ്മൾ ഇപ്പം വെർച്വൽ മീറ്റിംഗ്സ് ആണ്. ഇപ്പൊ നമുക്ക് കൂടുതലും ഡയറക്റ്റ് പോയിട്ടുള്ള മീറ്റിംഗ്സ് ഇല്ല. അതിപ്പം ഇപ്പൊ ഞാനിത് പറയുമ്പം എല്ലാവർക്കും ഇവിടെ അങ്ങനെയല്ല, ഓരോ ടീം വൈസ് ആണ്. ചില ടീം ഇപ്പൊ റാപ്പിഡ് റെസ്പോൺസ് പോലത്തെ ടീമുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വെർച്വൽ മീറ്റിംഗ്സ് പറ്റത്തില്ല. കാരണം അവർക്ക് ഡയറക്റ്റ്ലി പോയിട്ടും ക്ലയൻസിനെ വിസിറ്റ് ചെയ്യുകയും അവരുടെ അസസ്മെന്റ് നേരിട്ട് അസസ്മെന്റ് നടത്തേണ്ടതായിട്ടും വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് PPE കിറ്റുകളും അങ്ങനത്തെ എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സും നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം അല്ല, അങ്ങനത്തെ എമർജൻസി ടീംസും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ്, എമർജൻസി അസസ്മെന്റ്സ് വരുന്ന ടീമുകൾക്ക് ഡയറക്റ്റ് പോയിട്ട് തന്നെ അസസ്മെന്റ് ഇപ്പം ലോക്ക്ഡൌൺ ആണെങ്കിലും ദേ ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്ന ടീമില് അങ്ങനത്തെ എമർജൻസി അസസ്മെന്റ്സ് ഡയറക്റ്റ് വരുന്ന ടീംസ് അല്ല. അതിൽ നമുക്ക് വെർച്വൽ അസസ്മെന്റ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സീനിയർ സോഷ്യൽ വർക്കർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഡയറക്റ്റ് പോയിട്ടും അസസ്മെന്റ്സ് നടത്തേണ്ട ആവശ്യം കൂടുതലും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കൂടുതലും വെർച്വൽ അസസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പലർക്കും ചിലപ്പം തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഇപ്പോഴും അസസ്മെന്റ്സ് നേരിട്ട് പോയിട്ട് നടത്തേണ്ട, ഡയറക്റ്റ് പോയി ക്ലയന്റ് വിസിറ്റ് ചെയ്യുകയും അസസ്മെന്റ് നടത്തുകയും ചെയ്യുക തന്നെ വേണം. അത് ഓരോ ടീം അനുസരിച്ച് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. കൂടുതലും വർക്ക് ചെയ്യുന്ന, അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള അഡൽട്സിനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. അപ്പം അത് കൂടുതലും ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കൂടുതലും അവർക്ക് LD എന്ന് പറയുമ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർക്ക് കൂടുതലും സീഷേഴ്സ് അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളായിരിക്കും കൂടുതലും നമ്മൾ മാനേജ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും കോംപ്ലക്സ് കേസുകളും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതൽ വൾണറബിൾ ആണ്. അപ്പം ഈ ഒരു കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിരിക്കേണ്ട ഒരു ഏരിയ ഓഫ് വർക്ക് കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഡയറക്റ്റ് ഒരു വിസിറ്റ് ചെയ്തിട്ടുള്ള ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ഇൻ കേസ് ഇഫ് ഹി റിക്വയേഴ്സ് വി നീഡ് ടു ഗോ. പക്ഷെ അതൊരു വൾണറബിൾ കാറ്റഗറി ആയതുകൊണ്ടാണ് അങ്ങനെ നേരിട്ട് പോയിട്ടും അസസ്മെന്റ് നടത്തേണ്ടാത്തത്. അതുകൊണ്ടാണ് വെർച്വൽ അസസ്മെന്റ്സ് ഇപ്പൊ ക്യാരി ഓൺ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും സപ്പോർട്ടഡ് ലിവിങ് അല്ലെങ്കിൽ കെയർ ഹോംസ് അങ്ങനത്തെയുള്ള ഏരിയാസിലെല്ലാം വൾണറബിൾ ആയിട്ടുള്ള അഡൽട്സ് ആണ്. അത്രയും വൾണറബിൾ ആയിട്ടുള്ളവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത് അസസ്മെന്റ് നടത്തുന്നത് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലാണ് കൂടുതലും വെർച്വൽ അസസ്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ചിൽഡ്രൻ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ദേ ഹാവ് ടു വിസിറ്റ് ദ ചിൽഡ്രൻ ആൻഡ് ദേ ഹാവ് ടു ഡു ദി അസസ്മെന്റ്.
പക്ഷെ ഈ ഓരോ കാറ്റഗറിയും ഓരോ ടീം വൈസും പിന്നെ എമർജൻസി റാപ്പിഡ് റെസ്പോൺസ് ടീംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ദേ ഹാവ് ടു ഗോ ആൻഡ് ഡു ദി അസസ്മെന്റ്. അപ്പോൾ ഓരോ ടീം വൈസ് ആയിരിക്കും നമ്മളുടെ വർക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ടീമിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അപ്പം എനിക്ക് കൂടുതലും വെർച്വൽ അസസ്മെന്റ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കൂടുതലും സൂപ്പർവൈസിങ് ആണ് ചെയ്യുന്നത്. സീനിയർ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പം ഡയറക്റ്റ് നമുക്ക് പോയിട്ട് കൂടുതൽ വിസിറ്റ്സ് ചെയ്യേണ്ടി വരത്തില്ല. കൂടുതലും സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റും. ഇന്ന് എനിക്കൊരു വെർച്വൽ അസസ്മെന്റ് ഉണ്ട്. 11 o'clockനാണ് വെർച്വൽ അസസ്മെന്റ്. ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പ്രൊഫഷണൽസും ഒരുമിച്ചായിരിക്കും ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു MDT അസസ്മെന്റ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു അസസ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഞാൻ സോഷ്യൽ വർക്കറും ആയിട്ട് ഞാനായിരിക്കും ഉള്ളത്. പിന്നെ കെയർ ഹോം മാനേജേഴ്സ് ഉണ്ടാവും. കെയർ ഹോം മാനേജർ ഉണ്ട്, പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്, പിന്നെ സൈക്കോളജിസ്റ്റ്. ഇത്രയും പേരാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് പേഷ്യന്റ്, അതായത് സർവീസ് യൂസറിന്റെ ഫാമിലി. സർവീസ് യൂസറിന് മെന്റൽ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അസസ്മെന്റിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു അസസ്മെന്റ് ആണ് മെന്റൽ കപ്പാസിറ്റി അസസ്മെന്റ്. ഇപ്പൊ നമുക്ക് വെർച്വലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. വെർച്വലി തന്നെ ഞാൻ ബിഫോർ ഈ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പൊ എവിടെയാണോ ഉള്ളത്, സപ്പോർട്ടഡ് ലിവിംഗിലാണോ അല്ലെങ്കിൽ കെയർ ഹോം, നഴ്സിംഗ് ഹോം, ഇങ്ങനെയുള്ള ഏത് ഏരിയ, അല്ലെങ്കിൽ സർവീസ് യൂസർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം, കമ്മ്യൂണിറ്റിയിലായിരിക്കാം, ടീം മീറ്റിംഗിൽ വരികയും അവരായിട്ട് സംസാരിക്കുകയും ഒരു മെന്റൽ കപ്പാസിറ്റി അസസ്മെന്റ് നടത്തുകയും ചെയ്യും. അപ്പൊ അതിന്റെ ബേസിൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ദേ വിൽ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദിസ് മീറ്റിംഗ്. അല്ല, മെന്റൽ കപ്പാസിറ്റിയുടെ ഔട്ട്കം ആയിട്ട് അത് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ആരാണോ പവർ ഓഫ് അറ്റോർണി മാനേജ് ചെയ്യുന്നത്, ആരാണ് LPA മാനേജ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് ഹൂഎവർ മാനേജിങ് ദെയർ ഡീറ്റെയിൽസ്, ഫൈനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആരാണ് മാനേജ് ചെയ്യുന്നത്, അതിന്റെ ബേസിൽ ഫാമിലി ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളാരെങ്കിലും ആയിരിക്കാം, മോനോ മോളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. സോ ഇൻ ദാറ്റ് കേസ് അവരായിരിക്കും ഒരു ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ അവരായിരിക്കും ഈ മീറ്റിംഗും ഫാമിലി ആയിരിക്കും ഈ സർവീസ് യൂസറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പ്രൊഫഷണൽസ് എല്ലാവരും കൂടിയിട്ടുള്ള മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു ലോങ് മീറ്റിംഗ് കൂടിയാണ്. ഒരു 2 hours 2.5 hours ഒക്കെ, ചിലപ്പോൾ ഇറ്റ് ക്യാൻ ഗോ ടു 3 hours ഒക്കെ മാക്സിമം ഉണ്ടാവാം. ഡിപ്പെൻസ് നമുക്ക് എത്രത്തോളം എവിഡൻസ് നമുക്ക് ഗ്യാദർ ചെയ്യേണ്ടി വരും, എത്രത്തോളം കെയർ നീഡ്സ് ആണ് ഈ സർവീസ് യൂസറിന് വേണ്ടത്, അതിൻ്റെ ഒരു ഡെപ്ത് അനുസരിച്ചിട്ട് ആ മീറ്റിംഗ് കൂടുതൽ നേരം ചിലപ്പോൾ നീണ്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എവിഡൻസ് നമ്മളിപ്പം ഡയറക്റ്റ് നമുക്ക് ഒരാൾ നമ്മളൊരു വർക്ക് ഡയറക്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് ടീം മീറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതത്ര ഈസി അല്ല നമുക്ക്. അപ്പം പിന്നെ ഓരോ പ്രൊഫഷണൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു എവിഡൻസ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ആ ഡിസിഷനെ ബേസ് ചെയ്തിരിക്കും ഇവർക്ക് എത്രത്തോളം എന്താണ് ഇവരുടെ കെയർ നീഡ്സ്, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് കൗൺസിലിൽ നിന്ന് എത്ര സപ്പോർട്ടാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഇവർക്ക് എത്രത്തോളം കെയർ നീഡ്സ് ആവശ്യമുണ്ട്, ഇവരുടെ ഡയഗ്നോസിസ് എന്താണ്, അപ്പം ഇവർക്ക് ഈ ഒരു ഡയഗ്നോസിസിന്റെ ബേസിൽ എത്രത്തോളം കെയർ നീഡ്സ് അവർക്ക് ഉണ്ട്, അത് നമ്മൾ അസസ് ചെയ്യുകയും അസസ്മെന്റിന്റെ ബേസിലാണ് അവർക്ക് കൗൺസിലിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നത്. അതൊരു എത്ര ചിലപ്പം ഇവർ ഇത് വൾണറബിൾ ആയിട്ടുള്ളവർ, ചിലർക്ക് ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിലേക്കോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടഡ് ലിവിങ് അക്കോമഡേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു റെസ്പൈറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം അവർക്ക് വേണ്ടത്. അപ്പം അത് നമ്മൾ ഈ ഒരു മീറ്റിങ്ങിലൂടെയാണ് ഈ അസസ്മെന്റ് നടത്തി അത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പം അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പം അതിന് എത്രത്തോളം എവിഡൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആ എവിഡൻസ് ഗ്യാദർ ചെയ്ത് ഇതെല്ലാം ഒരു റിപ്പോർട്ട് നമ്മളായിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ ഹെഡ് ഓഫ് സർവീസിന് സബ്മിറ്റ് ചെയ്യും. ആ ഹെഡ് ഓഫ് സർവീസാണ് അതിന്
സാങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇത് എത്രയാണെന്നുള്ളത് അവർ അസസ് ചെയ്തിട്ട് അവരാണത് സാങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് എനിക്ക് ഇത് മോർണിംഗ് ഒരു 11 o'clock MDT മീറ്റിംഗ്. അപ്പം അതുവരെ ചെയ്യാനുള്ള ഒരുപാട് ഇമെയിൽസും എല്ലാം വന്ന് കിടപ്പുണ്ട് കമ്പ്യൂട്ടറിൽ. അപ്പം അതെല്ലാം ചെക്ക് ചെയ്യണം. അതിനുശേഷം 11 o'clock ഐ വിൽ ബാക്ക് ടു ദ മീറ്റിംഗ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഒക്കെ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ടീ ബ്രേക്ക് എടുക്കും. അപ്പം നമുക്ക് ആ ടീ ബ്രേക്കിന് ഇനി കാണാം. രാവിലെ ഏകദേശം ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തു, എമർജൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അത്യാവശ്യം വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു. അപ്പോൾ ഇനിയിപ്പം ഒരു മീറ്റിങ്ങിന് മുന്നേ ആയിട്ടൊരു ടീ ബ്രേക്കാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ കുടിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഒരു ഗ്രീൻ ടീ ഒക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു 10 minutes ബ്രേക്ക് ഒക്കെ എടുത്തു. കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് ആയി. കാരണം ഇനി ഒരു ലോങ് മീറ്റിംഗ് ആണ്, ഒരു 2.5 hours, ചിലപ്പോൾ 3 hours ഒക്കെ വരെ പോകാം. അപ്പോൾ 3 hours നമ്മൾ നല്ല ഒരു ജില്ലായിട്ട് ഇരിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം എവിഡൻസ് ഗ്യാദർ ചെയ്യുക. കാരണം നമ്മൾ നേരിട്ട് പോയിട്ട് ഒരു അസസ്മെന്റ് നടത്തുന്നത് പോലെ മീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ എവിഡൻസ് ഗ്യാദർ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫണ്ടിങ് ആണ് മെയിനായിട്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫണ്ടിങ്. അപ്പോൾ കൗൺസിൽ നമ്മൾ ഫണ്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പം അത്രയും സീരിയസോടുകൂടി തന്നെ ഇതിൽ എത്രത്തോളം കെയർ ഒരു വ്യക്തിക്ക് എത്രത്തോളം കെയർ ആവശ്യമാണ് എന്നുള്ളത് അസസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പം അതിൻ്റെ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഈസി അല്ല. അപ്പം എല്ലാ പ്രൊഫഷണൽസ് ആയിട്ട് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അവരായിട്ട് എത്രത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അത്രയും കെയർ നീഡ്സ് എന്തെല്ലാമാണെന്നുള്ളത് സ്പെസിഫിക്കലി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഈ ഒരു അസസ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കെയർഫുള്ളായിട്ടും അത്രയും നമ്മൾ എനർജറ്റിക് ആയിട്ടും ഇരിക്കേണ്ട ഒരു മീറ്റിംഗ് ആണ്. നമ്മൾ ഭയങ്കര ലേസി ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒരു 2:30 ഒക്കെ ആവും ചിലപ്പോൾ ഇത് ഫിനിഷ് ചെയ്യുമ്പം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കാറ്. ഇപ്പോൾ മീറ്റിംഗ് ആണെങ്കിൽ പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ കാര്യമൊന്നും ഓർക്കത്തില്ല, അങ്ങനെ വിശക്കൊന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ ഈ ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ആവശ്യമാണെങ്കിൽ വി വിൽ ടേക്ക് എ ബ്രേക്ക് ഇഫ് റിക്വയർഡ്. If someone need a coffee break or tea break, then we will take a break in between if requires. പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു 10 minutes 15 minutes അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും അത് ഫിനിഷ് ആവാനായിട്ട് ഡിലേ വരും. അപ്പോൾ മാക്സിമം നമ്മൾ ബ്രേക്ക് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല ഇൻ കേസ് സമ്മൺ എമർജൻസി ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബ്രേക്ക് വേണമെങ്കിൽ മാത്രമാണ് എടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാം. ആയി ഇവിടെ. അപ്പോൾ നല്ല മീറ്റിംഗ് ആയിരുന്നു. ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു ക്ലയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഫാമിലി ആൻഡ് സർവീസ് യൂസർ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സർവീസ് യൂസറിന്. പക്ഷെ ഫാമിലി പാരൻസ് വാസ് ഇൻവോൾവ്. അത്യാവശ്യം എവിഡൻസ് എല്ലാം ഗ്യാദർ ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അപ്പം അതൊരു പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ക്യാൻ ടേക്ക് അപ് ടു 6 weeks. മേ ബി ചില കേസുകളിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാം. നമുക്ക് എത്രത്തോളം എവിഡൻസ്, നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വിശന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഇനി കഴിക്കണം. ഇവിടെ ഇപ്പം 2:30 2:45 ആയി. ഇതിൽ കഴിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ജോലി. പെട്ടെന്ന് 2 മസാല ദോശ ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനിലാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റൽ മസാല ദോശയാണ്. ഇപ്പം അതിൻ്റെ ബാറ്ററൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററും അതിൻ്റെ ഗ്രേവി എല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് പെട്ടെന്ന് കഴിക്കട്ടെ. ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഞാൻ പിള്ളേർക്ക് കൂടിയുള്ള മസാല ദോശ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം അവർ വിശന്നിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കും കൂടി പെട്ടെന്ന്, അപ്പോൾ എനിക്ക് അവരെ ഇനിയിപ്പം വർക്ക് കഴിയാതെ അവരെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലോഗ് ഔട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം ഇവിടെ ഇപ്പം ഏകദേശം 5:10 ആയി. കാര്യങ്ങളൊക്കെ ഇനി നാളെ നോക്കാം. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു. അവർ ഭക്ഷണമൊക്കെ ഇപ്പം കഴിച്ചു. ഇനി അവരുടെ അടുത്ത് ചെല്ലണം. ഇതേവരെ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ചെന്ന് അവരുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ കാണാനായിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഫിനിഷ് ചെയ്തു. ഷട്ടിങ് ഡൗൺ ഫോർ ടുഡേ. ഐ എം സോ ഹാപ്പി. വർക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ് ആട്ടോ. അപ്പം ഇന്നിങ്ങനെ ഭയങ്കര ഇന്ന് ഫുൾ ബിസി ഡേ ആയിരുന്നില്ലേ. അപ്പോൾ അത് കാരണം ഫിനിഷ് ചെയ്ത് നമ്മൾ ആ കമ്പ്യൂട്ടർ അങ്ങ് ലോഗ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തൊരു സന്തോഷമാണെന്ന് അറിയും. സോ ഹാപ്പി. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഫ്രീ ആയി. നേരെ പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലണം. അവരെ കണ്ടിട്ടേ ഇല്ല. അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇതേവരെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ നേരെ ചെന്ന് ഇനി അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ എൻ്റെ വർക്കിൻ്റെ ഒരു രീതി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത അഡൽട്ട് സർവീസിലാണ്. ഇപ്പോൾ ചിൽഡ്രൻ സെക്ടേഴ്സ്, പലരും എൻ്റെ അടുത്ത് ചിൽഡ്രൻ സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അവിടെ എന്താ, കാരണം എനിക്ക് ചിൽഡ്രൻ സെക്ടറിൽ എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ അഡൽട്ട് സെക്ടറിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മെൻ്റൽ കപ്പാസിറ്റി അസസ്മെൻറ്റ്സ് ചെയ്യും. എല്ലാ കേസുകളിലും മെൻ്റൽ കപ്പാസിറ്റി അസസ്മെൻറ്റ്സ് വരാറുണ്ട്. അതുകൂടാതെ തന്നെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഈ അഡൽട്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്തും ഒരുപാട് ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ സെക്ഷൻ 117 വരുന്നതാണ് കൂടുതലും നമ്മൾ മെൻ്റൽ ഹെൽത്ത് ടീമിലേക്ക് റെഫർ ചെയ്യുന്നത്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴാണ് മെൻ്റൽ ഹെൽത്ത് ടീമിലേക്ക്
റെഫർ ചെയ്യുന്നത്. പക്ഷേ അതർ ദാൻ ദാറ്റ് നമ്മൾ അഡൽട്ട് സർവീസിൽ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഡയഗ്നോസിസും അത്രയും സെക്ഷൻ ചെയ്തിട്ടുള്ള കേസുകൾ, സെക്ഷൻ 117 ആയിട്ടുള്ള കേസുകൾ, അങ്ങനെയൊക്കെ ഉള്ള കേസുകളായിരിക്കും കൂടുതലും മെന്റൽ ഹെൽത്ത് സർവീസിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത്. അല്ലാത്ത മിക്ക കാര്യങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം നമ്മൾ തന്നെ അഡൽട്ട് സർവീസിൽ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിൽഡ്രൻ സർവീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അവരുടെ വർക്ക് രീതികളും അവരുടെ ലോസ് ലെജിസ്ലേഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അഡൽട്ട് സർവീസിനെ പോലെ അല്ല. സോ ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് വിത്ത് ചിൽഡ്രൻ സെക്ടേഴ്സ്. ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഹിയർ. ചിൽഡ്രൻ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ചിൽഡ്രൻ സെക്ടേഴ്സിൽ. എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഐ വിൽ ടേക്ക് എ വീഡിയോ വിത്ത് ദം. പക്ഷെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരെയും മീറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. ബട്ട് ഐ വിൽ ട്രൈ ടു ഡു അത്. എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടി ഐ വിൽ ഡു വിത്ത് ദം. അല്ലാതെ തന്നെ ചിൽഡ്രൻ സെക്ടേഴ്സിൽ എനിക്കുള്ള ഒരു നോളജ് ഞാൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ? ഇന്നത്തെ ഞാൻ ലോഗൗട്ട് ഒക്കെ ചെയ്ത പോലെ തന്നെ ഇന്ന് ഞാൻ ഈ ക്യാമറയും ഇന്നിങ്ങനെ ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.